വിയർപ്പ് തുള്ളി ഭദ്രകാളി തളിക്കും. അപ്പോൾ അതാണ് ഈ ഭദ്രകാളി മുഖം മുറ്റുമ്പോൾ വസൂരി വരും, വസൂരി തഴമ്പ്. ഉഗ്ര ചൈതന്യമുണ്ട്. ആ ചൈതന്യം ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക കാളിയൂട്ട് നടത്തി. കാളിയൂട്ട് എന്ന് പറയുന്നത് 2 സങ്കല്പം അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് കാളിയെ നമ്മൾ ഊട്ടുന്നു, ഒപ്പം തന്നെ കാളി നമ്മൾ ഊട്ടുന്നതായിട്ടുള്ള സങ്കല്പമുണ്ട്. കളങ്കാവല് ചെയ്യുന്ന സമയത്ത് ദേവിയുടെ ആ ഒരു ചൈതന്യം വന്നു കഴിയുമ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? അത് വേറൊരു രീതിയിൽ, അതെന്താ പറയുക, ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മൾ ദേവിയായിട്ട് അങ്ങ് മാറുകയാണ്. മറ്റു ക്ഷേത്രങ്ങളിലെ കാളിയൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ദാരികന്റെ വേഷം കെട്ടുന്നത് ഇളയവാത്തി തന്നെയാണ്. തൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും മാറ്റുന്നതിലേക്ക് വേണ്ടിയാണ് ദാരികനായിട്ട് ആ ഇളയവാത്തി വേഷം കെട്ടുന്നത്. ദേവിയും ഈ പാർവ്വതദേവിയും കൂടെ സമന്വയിച്ചുകൊണ്ട് ഈ മുടികളെല്ലാം നാഗങ്ങളായിട്ട് ആകാശത്തേക്ക് പാറിപ്പോയി ഇങ്ങനെ പിണഞ്ഞാണ് കിടക്കുന്നത്. ആ പിണഞ്ഞ് കിടക്കുന്നതാണ് തിരുമുടി. ഇവിടെ എന്തിനു വേണ്ടിയാണ് വഴിപാടുകൾ നടത്താറുള്ളത്? ഇവിടെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവരെ ഇവിടെ ദേവിക്ക് സങ്കല്പിക്കും. അവർ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ദേവിയുടെ മുമ്പിൽ അടിമ കിടത്താം. പക്ഷബലി 64 മുദ്രകളുണ്ട്. ഇപ്പോൾ നാട്യശാസ്ത്രത്തിലെ മുദ്രകളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. 3 രാത്രികൾ സങ്കല്പിച്ചാണ് 3 വർഷം. അതിനെ പ്രസവിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ടാണ് 3 ദിവസമൊരിക്കൽ ആ ദേവത പുറത്തേക്ക്. ഒരു തവള, പച്ചത്തവള ഇങ്ങനെ കല്ല് കയറി കല്ല് കുടിച്ചിട്ട് കായലിലേക്ക് ചാടിപ്പോകുന്നതാണ് കണ്ടത്. ഒരു ദേവീ ചൈതന്യമുള്ള തവളയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം. അപ്പോൾ അതിരുന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ തവള കല്ല് കുടിച്ചിട്ട് താഴേക്ക് ചാടുന്നതായിട്ട്